ഹായ്, ഞാൻ അനുപ്രിയ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. സോ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ഒന്നെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്താണ് MBBS എന്ന് അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. സോ ദിസ് വീഡിയോ ഇസ് അബൌട്ട് വാട്ട് ഈസ് MBBS, സബ്ജക്ട്സ്, ഡ്യൂറേഷൻ ആൻഡ് ദ ഡാർക്ക് സൈഡ്സ് ഓഫ് MBBS. സോ ഇപ്പം നിങ്ങൾ എന്തായാലും നീറ്റിന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഡ്രീം എന്തായിരിക്കും? MBBSന് കയറുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നീറ്റൊക്കെ കഴിഞ്ഞ് MBBSന് കയറി വൺസ് ഞാൻ എൻ്റെ MBBS നമ്മൾ ഭയങ്കര ഹാപ്പി, ലൈക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതാണ്. സോ ഇനി അങ്ങോട്ട് നല്ലപോലെ പഠിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ നല്ല പ്ലാനോടുകൂടിയാണ്. പക്ഷേ ആസ് എ ടൈം പാസസ് നമുക്ക് മെല്ലെ മെല്ലെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ തോട്ട് വരും, ഞാൻ ചൂസ് ചെയ്തത് നല്ല എനിക്ക് പറ്റിയതാണോ, എനിക്ക് യോജിച്ച പ്രൊഫഷൻ തന്നെയാണോ എന്ന് തോന്നുന്നു. ദാറ്റ് മീൻസ് there are some dark aspects to MBBS. ഏതൊരു ഫീൽഡാണെങ്കിൽ കൂടി അതിനുണ്ടായിരിക്കും അതിൻ്റെതായ ചില പരിമിതികൾ. സോ ഇൻ ദിസ് വീഡിയോ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ബിഫോർ സ്റ്റാർട്ടിങ് ദാറ്റ്, എന്താണ് MBBS എന്നുള്ളത്, അതിന്റെ സ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും. നമ്മൾ 10th കഴിഞ്ഞു, 10th കഴിഞ്ഞ് +1 +2 എന്തായാലും സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ആഫ്റ്റർ +2 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നീറ്റ് UG എന്ന് പറയുന്ന എക്സാം ഉണ്ട്, അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. സോ ഈ എക്സാം ഒന്നെങ്കിൽ +1 +2 സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി പാസ്സാകുന്നവരുണ്ട്, അല്ലെങ്കിൽ 1 or 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇയേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിനു വേണ്ടി പഠിച്ചിട്ട് എക്സാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്കിനനുസരിച്ച് നമുക്ക് ഓരോ കോഴ്സ് കിട്ടും. സോ MBBS എന്ന് പറയുന്നത് ടോട്ടൽ 5.5 ഇയേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് 4.5 ഇയേഴ്സ് നമുക്ക് സ്റ്റഡി, നമ്മൾ പഠിക്കണം. ബാക്കി ഒരു വർഷം എന്ന് പറയുന്നത് ഹൗസ് സർജൻസി ചെയ്യുന്നു. സോ ആദ്യത്തെ 4.5 വർഷത്തിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് ഫൈനൽ ഇയർ, ഇങ്ങനെ 4 ഇയേഴ്സ് ആണ്. ഫസ്റ്റ് ഇയറിലുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അനാറ്റമി എന്ന് പറയുമ്പോൾ ഗ്രോസ് അനാറ്റമി ഉണ്ട്, ഹിസ്റ്റോളജി ഉണ്ട്. അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ 3D സ്ട്രക്ചർ പഠിക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡി പഠിക്കുന്നതിനാണ് പറയുന്നത്. സോ അതിൽ തന്നെ നമ്മൾ ലൈക്ക് ഓരോ മസിൽസ്, അതിന്റെ ഒറിജിൻ, ഇൻസേർഷൻ, നെർവ്, അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈ, ബോണ്, അവയവങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അനാറ്റമിയുടെ ഗ്രോസ് ലെവൽ. ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ടിഷ്യൂസിനെ പറ്റി പഠിക്കുന്നതാണ്. ഫിസിയോളജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അനാറ്റമി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ബോഡിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. സോ ഫിസിയോളജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്, അതായത് ഓരോ സിസ്റ്റംസ്, ലൈക്ക് റെസ്പിറേറ്ററി സിസ്റ്റം പോലെയുള്ള അങ്ങനെ ഓരോ സിസ്റ്റംസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റി പറയുന്നതാണ് ഫിസിയോളജി. ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓരോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ബയോകെമിസ്ട്രി. ഇനി ഇതിന് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും. സോ അനാറ്റമിന്റെ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസെക്ഷൻ അവേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഒരാഴ്ചയിൽ സാറ്റർഡേസ് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഡിസെക്ഷൻ ഉണ്ടായിരിക്കും. 3 അവർ മോർണിംഗിൽ ഡിസെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിസെക്ഷൻ യൂഷ്വലി നമ്മൾ കഡാവേഴ്സിനെ നമ്മൾ തന്നെ പ്രൊഫസേഴ്സിന്റെ അസിസ്റ്റൻസിൽ നമ്മൾ തന്നെ കീറി മുറിച്ചിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് വിഷ്വലി നമുക്ക് അതെല്ലാം കണ്ട് പഠിക്കാൻ പറ്റും. കഡാവർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം നമുക്കത് പഠിക്കാൻ വേണ്ടി തരുന്ന ബോഡിയാണല്ലോ. സോ നമ്മൾ ഡെഡ് ബോഡി എന്നൊന്നും വിളിക്കില്ല, നമ്മൾ എപ്പോഴും റെസ്പെക്റ്റോട് കൂടിയിട്ട് അതിനെ കാണാറുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേയില് ഡിസെക്ഷന്റെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഓത്തൊക്കെ എടുത്തിട്ട് ആണ് നമ്മളതൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മളെപ്പോഴും റെസ്പെക്ട് വെക്കുന്നുണ്ട് ബോഡിക്ക്. ദെൻ ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് പറഞ്ഞത്. സോ നമുക്ക് ഓൾറെഡി സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ടിഷ്യൂസ് തരും, സ്ലൈഡുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഓരോ ഹ്യൂമൻ ടിഷ്യൂസ്. അപ്പൊ സ്റ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ HND സ്റ്റെയിനിങ് ആണ് യൂഷ്വലി ചെയ്യാൻ, വെട്രോസിലെ നിയോസിൻ സ്റ്റെയിനിങ്. അതെന്ന് പറയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്ലൂ, പിങ്ക് ആ ഒരു രീതിയിൽ തന്നെ കാണുള്ളൂ. അപ്പൊ എന്നിട്ട് നമ്മളത് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് അത് ഏത് ടിഷ്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്യും, അതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട്. എന്നാൽ നമുക്ക് റെക്കോർഡ് ഉണ്ട്, അതിൽ നമ്മൾ വരയ്ക്കാം. 2 പെൻസിൽ ഉണ്ട്, HND പെൻസിൽ എന്നാ പറയുക, അതായത് ഒരു ബ്ലൂ പെൻസിലും ഒരു പിങ്ക് പെൻസിലും, അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കാം. അതാണ് ഹിസ്റ്റോളജി പ്രാക്ടിക്കൽ. പിന്നെ ഉള്ളത് ഫിസിയോളജി പ്രാക്ടിക്കൽ. ഫിസിയോളജി പ്രാക്ടിക്കൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം നമുക്ക് കുറെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. ബ്ലഡ് എക്സ്പെരിമെന്റ്സ് എന്നാ പറയാ, കുറെ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ യൂഷ്വലി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെയ്യാനൊക്കെ, പക്ഷെ എന്റെ ഫ്രണ്ട്സ് കുറെ പേർക്ക് ഭയങ്കര പേടിയാന്ന് പറയും. അപ്പൊ അവരിങ്ങനെ വരും, അന്ന് പ്രിക്ക് ചെയ്ത് തരും. അപ്പൊ നമ്മൾ കുഞ്ഞ് ഒരു മൊട്ടുസൂചി പോലെ ഒരു സാധനം ഉണ്ട്, അത് വെച്ച് ചെയ്യും, കുത്തിയിട്ട്
കുറച്ച് ചോര മതി, ഒരു ഡ്രോപ്പ് ഒക്കെ മതി. എന്നിട്ട് നമ്മൾ സ്ലൈഡിലാക്കും. എന്നിട്ട് അതിൽ നമ്മൾ സ്മിയർ ഉണ്ടാക്കിയിട്ട് നമ്മളത് മൈക്രോസ്കോപ്പിൽ വെക്കും. എന്നിട്ട് അതിൽ എത്ര RBC ഉണ്ട്, എത്ര WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ എത്രയുണ്ട്, അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. അത് കൂടാണ്ട് തന്നെ വേറെയും കുറെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. കൂടെ തന്നെ നമ്മൾ ക്ലിനിക്കൽ സെറ്റപ്പിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് അവർ BP നോക്കുന്നതിനെ പറ്റി പഠിപ്പിക്കും. അതുപോലെ തന്നെ എക്സാമിനേഷൻ, ജനറൽ എക്സാമിനേഷനും ഓരോ സിസ്റ്റം വൈസ് എക്സാമിനേഷൻ, ഇതെല്ലാം പഠിപ്പിക്കും. അത് ഫിസിയോളജി. ഇനി ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂളായിട്ടുള്ളതായിരുന്നു. ലൈക്ക് കുറെ എക്സ്പെരിമെന്റ്സ് ആണ്, കുറെ കെമിക്കൽ ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചു പോയിട്ട് അത് ചെയ്താൽ മതി. അപ്പം യൂറിൻ ഉണ്ടായിരിക്കും. അപ്പോൾ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ അളവ് എത്ര കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂഷ്വലി ബയോകെമിസ്ട്രി പ്രാക്ടിക്കലിൽ പഠിക്കാറുള്ളത്. ഇത്രയാണ് ഫസ്റ്റ് ഇയർ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കൊല്ലവും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ ഒക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. അതെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ഒരു മാസത്തോളം നമുക്ക് പഠിക്കാൻ കിട്ടും. അപ്പം ഇരുന്ന് പഠിച്ചാൽ തന്നെ മതി. പക്ഷെ ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന്റെ പേര് മുന്നേ പഠിക്കണം, അങ്ങനെ നമ്മൾ പഠിക്കും. ഇത് മാത്രമല്ല, ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് എയ്ഡ്കോം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റ് തന്നെ പറയാം, അങ്ങനെയായിട്ട് നമുക്കുണ്ട്. സോ എയ്ഡ്കോം എന്ന് പറയുമ്പോൾ AETCOM, അതായത് ആറ്റിറ്റ്യൂഡ്, എത്തിക്സ്, കമ്മ്യൂണിക്കേഷൻ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒരു പേഷ്യന്റിനോട് വേണ്ടിയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എ ഗുഡ് ഡോക്ടർ എങ്ങനെയാണ്, ഒരു ബാഡ് ഡോക്ടർ എങ്ങനെയാണ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് റോൾ പ്ലേ, അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കും. ഭയങ്കര ഫണ്ണാണ് അത്. അത് ഭയങ്കര രസമാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവേഴ്സ് ഉണ്ട് കേട്ടോ കരിക്കുലത്തിൽ. ആൻഡ് എത്തിക്സ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ എത്തിക്സിനെ പറ്റി, ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡോക്ടറും പേഷ്യന്റ് എങ്ങനെയായിരിക്കണം, അതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അറ്റൻഡൻസ് പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 80% തിയറി അറ്റൻഡൻസ് നിർബന്ധമാണ്. അതുപോലെ പ്രാക്ടിക്കലാണെന്നുണ്ടെങ്കിൽ 75%. സെക്കൻഡ് ഇയറിൽ നമുക്ക് 3 സബ്ജക്ട്സ് തന്നെയാണ് ഉള്ളത്: പാത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി. പാത്തോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്, അല്ലെ? അപ്പോ എങ്ങനെയാണ് ഒരു ഡിസീസ് നമുക്ക് വരുന്നത്, അതിന്റെ മെക്കാനിസം എങ്ങനെയാണ്, ആ ഡിസീസ് കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ലൈക് സെൽസിലും ടിഷ്യൂസിലും എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നത്, അതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ്. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ഈ ഡിസീസുകൾ പരത്തുന്ന വൈറസുകൾ ഉണ്ടായിരിക്കും, ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും, ഫംഗസ് ഉണ്ടായിരിക്കും, പാരസൈറ്റ്, ഇതിനെ പറ്റിയൊക്കെ പഠിക്കാം. അതെങ്ങനെയാണ് ഡിസീസ് ഉണ്ടാക്കുന്നത്, അതിന്റെ മെക്കാനിസം, പിന്നെ എങ്ങനെ നമുക്കിത് ലാബോറട്ടറിക്കലി നമുക്ക് എങ്ങനെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാം. അടുത്തത് ഫാർമക്കോളജി. ഫാർമക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡ്രഗ്സ്. അതായത് ഓരോ ഡ്രഗ്സിന്റെ ആക്ഷൻ ഓൺ ദ ബോഡി എങ്ങനെയാണ്, ബോഡീസ് ആക്ഷൻ ഓൺ ദ ഡ്രഗ്സ് എങ്ങനെയാണ്, അതിന്റെ തെറാപ്യൂട്ടിക് യൂസസ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ്, ചില ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന ദോഷങ്ങൾ നമുക്ക് ഉണ്ടാവുമെന്ന് പറയില്ല, അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതാണ് ഫാർമക്കോളജി. ഈ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ 8 to 9 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി തിയറി ക്ലാസ്സസ് ആയിരിക്കും. 9 to 12 എന്ന് പറയുന്ന 3 hours നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഉണ്ടായിരിക്കും. അപ്പം ബാച്ച് വൈസ് ആക്കി തിരിച്ചിട്ട് പോസ്റ്റിംഗിന് കയറാം. സോ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി, അതുപോലെ തന്നെ ഡെന്റിസ്ട്രിയിൽ ഒരു 1 week പോസ്റ്റിംഗ് വരുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഇത്രയും പോസ്റ്റിംഗ്സ് ഉണ്ടായിരിക്കും. സോ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ വാർഡിൽ പോയിട്ട് പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കുക, എക്സാമിനേഷൻ ചെയ്യുക, കേസ് പ്രസന്റ് ചെയ്യുക, പിന്നെ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള പ്രൊഫസേഴ്സിന് അടുത്ത് നമുക്ക് ക്ലാസ് കിട്ടും. അങ്ങനെ കംസ് ടു തേർഡ് ഇയർ. തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഹണിമൂൺ പീരീഡ് ഓഫ് MBBS ലൈഫ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അധികം ഒന്നും പഠിക്കാനില്ല. അതായത് ഫസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ടഫായിട്ടൊന്നും തോന്നില്ല നമുക്ക്. 2 സബ്ജക്റ്റുള്ള ഇപ്പോൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനും. ആദ്യം എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ENT ഒഫ്താൽമോളജിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കരിക്കുലത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് ചേഞ്ച് വരുത്തിയത്. പക്ഷെ അത് കാരണം ഫൈനൽ ഇയറിലേക്ക് അത് എടുത്തെടുത്തു, ENT ഒഫ്താൽമോളജി. അത് കാരണം ഫൈനൽ ഇയർ ഒടുക്കത്തെ ഹെക്റ്റിക് ആണ്. പക്ഷെ എന്തായാലും ഇത് വർക്ക്ഔട്ട് ആവില്ല എന്ന് കണ്ടിട്ട് വീണ്ടും തിരുത്തിയിട്ടുണ്ട്. പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അതായത് തേർഡ് ഇയറിൽ ENT ഒഫ്താൽമോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക് മെഡിസിൻ ഇങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ENT ഒഫ്താൽമോളജി പഠിക്കണം കുറച്ച്, പക്ഷെ തേർഡ് ഇയറിൽ കേട്ടോ കുറച്ച് പഠിക്കാനുണ്ട്. പക്ഷെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട, അത് ഫൈനൽ ഇയറിലാണ് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്.
സോ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി പേര് തന്നെ ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ട്, അതായത് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവരുടെ രോഗങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക, ബോധവൽക്കരണങ്ങൾ നടത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു FAP ഉണ്ട്, ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് 5 വീടുകളായിട്ട് നമ്മൾ പോയി വിസിറ്റ് നടത്തിയിട്ട് അടുത്തുള്ള പഞ്ചായത്തിൽ പോയിട്ട് വിസിറ്റ് നമ്മളെ കൊണ്ടുപോകും കോളേജിൽ നിന്ന്. എന്നിട്ട് അവിടെ പോയിട്ട് വിസിറ്റ് നടത്തുക. എന്നിട്ട് 5 വീടുകളിൽ എന്തൊക്കെയാണ് പ്രശ്നം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ അവരുടെ സറൗണ്ടിങ്സിലൊക്കെ പോയിട്ട്, ഫോർ എക്സാമ്പിൾ വല്ല കൊതുക് പെറ്റ് പെരുകാനിടയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബോധവൽക്കരിക്കുക. ഇത് കാരണം രോഗങ്ങൾ കുറെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഇപ്പൊ ചിരട്ടയൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ചിരട്ട, വെള്ളം കിടക്കുന്ന ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് കമത്തി വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. അങ്ങനത്തെ ഇന്റർവെൻഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക. കണ്ടുപിടിക്കുക എന്ത് പ്രോബ്ലംസ് ആണെന്നുള്ളത്, എന്നിട്ട് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഇന്റർവെൻഷൻ ചെയ്യും. അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലോറിനേഷൻ ആയിരുന്നു. നമ്മളെ കിണറുകൾ, ഞാൻ പോയ 5 വീടുകളിൽ 3 വീടുകളിലും കിണർ ക്ലോറിനേഷൻ ചെയ്തിട്ട് ഒരു 6 മാസത്തിന്റെ മേലെ. സോ നമ്മള് പിന്നത്തെ വിസിറ്റിൽ പോയിട്ട് ബ്ലീച്ചിങ് പൗഡർ കൊടുത്തിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ക്ലോറിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു വീട്ടിൽ നമ്മൾ ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിറ്റി മെഡിസിന്റെ FAP എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി മെഡിസിൻ ഭയങ്കര നല്ല സബ്ജക്റ്റ് ആണ്. നമുക്ക് ഇന്ന് പഠിക്കാൻ, അതിന്റെ ടെക്സ്റ്റ് ഭയങ്കര കട്ടിയുണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാൻ ഭയങ്കര രസമാണ്. സോ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമുക്ക് 3rd ഇയറിൽ 10 പോസ്റ്റ്മോർട്ടം കാണണമെന്ന് നമ്മുടെ കരിക്കുലത്തിലുണ്ട്. അത് കാണും നമ്മൾ. നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ചൊരു ഡിറ്റക്റ്റീവ് മൈൻഡിൽ നമ്മൾ ബുദ്ധി പോകും. അതുപോലെ തന്നെ കോർട്ടും ലോയും അതുപോലെ പോലീസും ഒക്കെ ആയിട്ട് കുറച്ചധികം അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഫോറൻസിക് മെഡിസിൻ. സോ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഇൻ 3rd ഇയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടൈം വരുന്നത് 8 AM to 12 PM ആണ്. 2nd ഇയറിൽ 9 AM to 12 PM ആയിരുന്നു. ഇത് 8 AM to 12 PM ആക്കി, ഒരവർ കൂടി. ഇതിന് തന്നെ 2 പാർട്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 3 മാസം നമുക്ക് മൈനർ പോസ്റ്റിംഗ്സ് ആയിരിക്കും. പിന്നത്തെ 5 മാസത്തോളം നമുക്ക് മേജർ പോസ്റ്റിംഗ്സ് ആയിരിക്കും. മൈനർ പോസ്റ്റിന്റെ ഡ്യൂറേഷൻ ഏകദേശം 2 ആഴ്ച 3 ആഴ്ച ഓരോ സബ്ജക്റ്റിന് ഉണ്ടാവാം. ENT, ഒഫ്താൽമോളജി, പിന്നെ ഡെർമറ്റോളജി, ഫോറൻസിക് മെഡിസിൻ, ഓർത്തോപീഡിക്സ്, സൈക്യാട്രി, ഇതൊക്കെയാണ് നമ്മളെ മൈനർ പോസ്റ്റിംഗ്സ് ആയിട്ട് വരുന്നത്. മേജർ പോസ്റ്റിംഗ്സ് ആയിട്ട് വരുന്നത് ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇതിനെല്ലാം ഓരോ മാസത്തോളം ഉണ്ടായിരിക്കും പോസ്റ്റിംഗ്. അപ്പൊ ആദ്യത്തെ 8 to 9 എന്ന് പറയുന്ന 1 hour എന്ന് പറയുന്നത് യൂഷ്വലി നമുക്കൊരു SGD ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ തിയറി ക്ലാസ് പോലെ. അതായത് സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ SGD എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒന്നെങ്കിൽ നമുക്കൊരു ടോപ്പിക് തന്നിട്ട് നമ്മൾ തന്നെ ഓരോരുത്തർ സെമിനാർ പോലെ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫാക്കൽറ്റീസ് അതിന്റെ ക്ലാസ് എടുത്ത് തരും. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ വാർഡിൽ പോയിട്ട് കേസ് എടുക്കുക, ഹിസ്റ്ററി എടുത്തിട്ട് എക്സാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് കേസ് പ്രസന്റ് ചെയ്യുക, പിന്നെ അതിന്റെ ക്ലാസ് ഒക്കെ ആയിട്ടായിരിക്കും, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അടുത്തത് നമ്മൾ 3rd ഇയർ കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർക്ക് കിടക്കുകയായി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു 4 വീക്സ് നമുക്ക് എലക്ടീവ്സ് എന്നൊരു സംഭവമുണ്ട്. അതിൽ 2 ആഴ്ച നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റിനും 2 ആഴ്ച ക്ലിനിക്കൽ സബ്ജക്റ്റിനും. സോ എലക്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നമുക്ക് തന്നെ ചൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ള ഒരു നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ഒരു ക്ലിനിക്കൽ സബ്ജക്റ്റും ചൂസ് ചെയ്യാൻ പറ്റും. അത് യൂഷ്വലി നമ്മളെ ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് വെച്ചിട്ട് 2nd ഇയറിന്റെ മാർക്ക് വെച്ചിട്ടാണ് എടുക്കുക. ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റും 2nd ഇയറിന്റെ മാർക്ക് വെച്ചിട്ട് ക്ലിനിക്കൽ സബ്ജക്ട്, യൂണിവേഴ്സിറ്റി മാർക്കാണ് ഉദ്ദേശിച്ചത്. ഓരോന്നിലും മെന്റേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക്. ഈ മെന്ററിന്റെ കീഴിൽ നമ്മൾ വർക്ക്സ് ചെയ്യാം, ഒന്നെങ്കിൽ റിസർച്ച് ചെയ്യാം, അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നോൺ ക്ലിനിക്കലായിട്ട് ബയോകെമിസ്ട്രി ആയിരുന്നു. അതിൽ ട്യൂമർ മാർക്കർ ആയിരുന്നു എന്റെ ടോപ്പിക്. ക്ലിനിക്കലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എമർജൻസി മെഡിസിൻ ആയിരുന്നു. എമർജൻസി മെഡിസിൻ ഭയങ്കര നല്ലതായിരുന്നു. ആ 2 വീക്സ് അതിൽ നമ്മൾ ചെസ്റ്റ് എക്സ്റേ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു, ECG നോക്കാൻ വേണ്ടി പഠിച്ചു, CPR എങ്ങനെ കൊടുക്കുക, അതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫൈനൽ ഇയറിനെ പറ്റി പറയാം. ഫൈനൽ ഇയറിന്റെ ഡ്യൂറേഷൻ വരുന്നത് 1.5 years ആണ്. സോ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പിന്നെ ENT, ഒഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ജനറൽ മെഡിസിൻ ആൻഡ് അലൈൻഡ് സബ്ജക്ട്സ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ സൈക്യാട്രി, ഡെർമറ്റോളജി ആൻഡ് റെസ്പിറേറ്ററി മെഡിസിൻ. ജനറൽ സർജറി ആൻഡ് അലൈൻഡ് സബ്ജക്ട്സ് അതിൽ വരുന്നതാണ് അനസ്തേഷ്യ, ഓർത്തോപീഡിക്സ്. OBG തന്നെ നമ്മൾ ഫാമിലി പ്ലാനിങ് അതും കൂടി പഠിക്കും. പോസ്റ്റിംഗ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ
8 AM to 1 PM. അതായത് സെക്കൻഡ് ഇയറിൽ 9 to 12 ആയിരുന്നു, 8 to 12 ആയി തേർഡ് ഇയറിൽ. ഫൈനൽ ഇയർ വരുമ്പോൾ 8 to 1 PM ആയി. അപ്പോൾ 5 hours ഉണ്ടായിരിക്കും. ഫൈനൽ ഇയർ എക്സാംസ് ഒക്കെ എഴുതി നമ്മൾ പാസ്സായി കഴിയുമ്പോൾ ഡോക്ടർ വിത്ത് ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും. നമുക്ക് അപ്പുള്ള രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് അത് വെച്ചിട്ട് പുറത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ലൈസൻസ് ഇല്ല. അപ്പൊ നമ്മളൊരു ഹൗസ് ഏജൻസി പീരീഡ് ചെയ്യണം 1 year. അത് നമ്മൾ പഠിക്കുന്ന കോളേജിൽ തന്നെയായിരിക്കും ചെയ്യുക. ഇപ്പം ഞാനാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ അപ്പോൾ ഒരു നമ്മുടെ പ്രൊഫസേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ മൈനർ പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 year ഹൗസ് ഏജൻസി പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കൊരു പുറത്തൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഹൗസ് ഏജൻസി സമയത്തുള്ള സാലറി അറൌണ്ട് 27K ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കോളേജ് ആണ്. ഇപ്പൊ പ്രൈവറ്റ് കോളേജിലൊക്കെ ആണെങ്കിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡാർക്ക് സൈഡ്സ് ഓഫ് MBBS. ആദ്യം തന്നെ സ്റ്റഡീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെം വൈസ് അല്ല എക്സാം വരുന്നത്, ഇയർ വൈസ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഇയറിൽ പഠിക്കുന്നത് മുഴുവൻ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഒരു 2-3 മാസം മുമ്പ് വരെ എന്ന് പറയുന്നത് അത്രയ്ക്കും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും. ബിക്കോസ് നമ്മൾ കുറേ പഠിക്കാനുണ്ടായിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ലൈക്ക് നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം തന്നെ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്കൊരു 19ഓളം സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു 4 വർഷത്തിന്റെ ഇടയിൽ. ഇത്ര തന്നെ സബ്ജക്റ്റുകൾ നമ്മൾ നീറ്റ് PG പ്രിപ്പറേഷന്റെ സമയത്തും പഠിക്കും വേണം. അതിന്റെ ഒരു വർഷമേ ഉള്ളൂ. MBBS സിലബസ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വാസ്റ്റാണ്, ഭയങ്കര ജയന്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര വാസ്റ്റാണ് എന്ന് പറയുമ്പോൾ കുറേ അധികം നമുക്ക് പഠിക്കാനുണ്ട്. ഇനി പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് ഡോക്ടറായി എന്ന് വെക്കാം. ഇപ്പോൾ പൈസയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വർക്ക് പ്രഷർ അത്രയ്ക്കും കൂടുതലാണ്, വർക്കിംഗ് അവേഴ്സ് അത്രയ്ക്കും കൂടുതലാണ് ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടറിന് ഇപ്പൊ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് പൊതുവെ തോന്നിയിട്ടുള്ളത്. സോ MBBS എന്ന് പറയുന്നത് യൂഷ്വലി നമുക്ക് ഓൾറെഡി ഉള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, വൈറ്റ് കോട്ട് സ്റ്റെത്തൊക്കെ അണിഞ്ഞിട്ട്. അത് മാത്രമല്ല അതിന് ഇങ്ങനത്തെയും ചില വശങ്ങളുണ്ടെന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, അത്രയ്ക്ക് നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ. സോ ബൈ.